വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. ഇപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫിംഗർ പ്രിന്റ് സെർച്ചറുടെ ചില ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം 1 ഡി ബ്രോഗ്ലി വേവ് ലെങ്തിൽ നിന്നുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പേഴ്സൻറ്റേജിലുള്ള മാറ്റമാണ്. എപ്പോഴാണ് എനർജിയിൽ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ വേവ് ലെങ്തിൽ എത്ര ശതമാനം മാറ്റം ഉണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി എന്നുള്ളതാണ് ജനറൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്തിൻ്റെ ഇക്വേഷൻ. പക്ഷെ ഇവിടെ എനർജി ചോദിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? മൊമെന്റത്തിന് പകരം എനർജിയെയും മൊമെന്റത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ അവിടെ ഉപയോഗിക്കണം. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് 2mE എന്ന ഇക്വേഷൻ. ഇത് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ നിന്നാണ് ഇവിടെ നമുക്ക് ഇക്വേഷൻ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ എന്താണ്? ഈ എനർജി പകുതിയായി കുറയുകയാണ്. അപ്പം അങ്ങനെ E/2 ചെയ്ത് കഴിയുമ്പം ഇൻ എഫക്റ്റ് സംഭവിക്കാൻ പോകുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു റൂട്ട് 2h റൂട്ട് 2mE ആണ്. ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്ന മാറ്റമെന്ന് പറയുന്നത്. അപ്പം ഏതൊരു സംഖ്യയെയും റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും 41% വർധനവ്. അതിന് കാരണം ഇത്രയേ ഉള്ളൂ. റൂട്ട് 2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.41 ആണ്. റൂട്ട് 2ന്റെ വാല്യൂ 1.41 ആണ്. എന്ത് പറ്റും? 1.41ന്റെ ആ 0.41 എന്തായിട്ട് മാറും? 41% ആയിട്ട് ഇവിടെ നമുക്ക് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം സീറോ പോയിന്റ് എനർജി എന്ന് പറയുന്നത് എന്തിന്റെ കോൺസിക്വൻസ് ആയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഡീജനറസി ഉണ്ട്, ഹാർമോണിക്സ് ഉണ്ട്, അതുപോലെ തന്നെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്പെക്ട്രോസ്കോപ്പി ഒക്കെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഉത്തരത്തിലേക്ക് പോകാൻ സാധ്യത ഹാർമോണിക്സ് ആണ്. കാരണം നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴാണ് സീറോ പോയിന്റ് എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിക്കുന്നത്. ആക്ച്വലി അതങ്ങനെയല്ല. നമ്മുടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ ഒരു കോൺസിക്വൻസ് ആണ് എന്ത്? സീറോ പോയിന്റ് എനർജി എന്ന് പറയുന്ന ഫിനോമിനൻ. അതുപോലെ തന്നെ നമ്മുടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ മറ്റ് രണ്ട് നമുക്ക് ഏകദേശം ഒരു 3-4 എക്സാമ്പിൾസ് അതിന്റെ എഫക്റ്റ് പഠിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് അടുത്തത് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ സ്പെക്ട്രൽ ലൈന് വിട്ട് കുറയാൻ കാരണവും ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. അതുപോലെ തന്നെയാണ് നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ന്യൂക്ലിയസ്. അതിന് കാരണവും എന്താണ്? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ പീരിയോഡിക് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിഫൈൻ ചെയ്യുന്നത് എ മോഷൻ എ കോസ് ഒമേഗ ടി y is equal to a cos omega t പ്ലസ് ഓർ മൈനസ് 5 എന്ന് പറയുന്ന ഒരു മോഷനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിട്ട് പറയാറുള്ളത്. ഇവിടെ ഈ ഒരു ഇക്വേഷനെയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, ഈ π/4 ഈസ് ഈക്വൽ ടു ഒമേഗയായിട്ട് നമുക്ക് കിട്ടും. ആ π/4 ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് 3 ആണ്, π/4 എന്നുള്ളത് ഒമേഗയായിട്ട് കിട്ടും. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു π/4 ആണ്. ഇനി ഒമേഗയ്ക്കുള്ള വാല്യൂ കൊടുക്കുക 2π ഫ്രീക്വൻസി കൊടുത്തു കഴിയുമ്പം π/4 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ പൈയും വെട്ടിപ്പോകും. പിന്നെ ഫ്രീക്വൻസി എന്നുള്ളത് എന്തായിട്ട് മാറും? ഫ്രീക്വൻസി എന്നുള്ളത് 1/8 ഹെർട്സ് ആയിട്ട് മാറും. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പീരീഡ് ആണ്. അപ്പൊ നമുക്കറിയാം എന്താണ്? ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ ആണ് പീരീഡ് എന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് 8 സെക്കൻഡ് നമ്മുടെ
ആൻസർ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഇപ്പം ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫിസിക്സ് ആയിരുന്നു. ഇനി നമുക്ക് കെമിസ്ട്രിയിൽ നമ്മുടെ മൊഡ്യൂൾ 6 നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിച്ച ഒരു ചോദ്യം, ഇപ്പോഴത്തെ HSA ഫിസിക്കൽ സയൻസിന് ചോദിച്ച ചോദ്യമാണ്. നമുക്കൊന്ന് പരിശോധിക്കാതെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 കോമ്പൗണ്ട് ഉണ്ട് അല്ലേ, 2 കോമ്പൗണ്ട് ഉണ്ട്. ഇവ ഏത് ഐസോമെറിസത്തിന് എക്സാമ്പിൾ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോർഡിനേഷൻ കെമിസ്ട്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് അയണൈസേഷൻ ഐസോമെറിസത്തിനാണ് എക്സാമ്പിൾ. കാരണം നോക്കിക്കേ, ഈ കോംപ്ലക്സിന്റെ പുറത്ത് കിടക്കുന്ന ആന്റി അയോൺ ഇവിടെ കിടക്കുന്ന ആന്റി അയോണുമായിട്ടൊന്ന് പരിശോധിക്കുക. അപ്പം ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് കോംപ്ലക്സും സെക്കൻഡ് കോംപ്ലക്സും ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആന്റി അയോണും കാണാൻ പറ്റുമോ, ആന്റി അയോണും അതുപോലെ തന്നെ എന്താണ് ലിഗാൻഡും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. രണ്ടിൻ്റെയും കെമിക്കൽ ഫോർമുല ഒന്നാണ്, പക്ഷെ അതിന്റെ സ്ട്രക്ചറിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഒരിടത്തെ ആന്റി അയോൺ, ഫസ്റ്റത്തെ കോംപ്ലക്സിന്റെ ആന്റി അയോൺ ഇവിടത്തെ ലിഗാൻഡ് ആണ്. സിമിലർലി ഇവിടത്തെ ഫസ്റ്റത്തതിന്റെ ലിഗാൻഡ് സെക്കൻഡ് കേസിലെ ആന്റി അയോൺ ആണ്. അങ്ങനെ അയോണുകൾ എക്സ്ചേഞ്ച് ചെയ്ത് ലിഗാൻഡ് ആകുന്ന ഐസോമെറിസത്തിന് പറയുന്ന പേരാണ് എന്ത്, അയണൈസേഷൻ ഐസോമെറിസം എന്ന് പറയും. കോർഡിനേഷൻ ഐസോമെറിസം ഉണ്ട്, ലിങ്കേജ് ഐസോമെറിസം ഉണ്ട്. ലിങ്കേജ് ഐസോമെറിസം അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഐസോമെറിസം. ഇത് ലിങ്കേജ് ഐസോമെറിസവും കോർഡിനേഷൻ ഐസോമെറിസവും സ്ട്രക്ചറൽ ഐസോമെറിസത്തിലാണ് വരുന്നത്. അതേസമയം ഒപ്റ്റിക്കൽ ഐസോമെറിസം അത് ജിയോമെട്രിക്കൽ ഐസോമെറിസത്തിലാണ് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താണ്, ഹൈഡ്രജൻ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ഓൾസോ ഫ്രം മൊഡ്യൂൾ 6. ഇപ്പോഴത്തെ HSAക്ക് ചോദിച്ച ചോദ്യമാണ്. ഏതാണ് ആൻസർ അറിയാവുന്നവർ കമന്റ് ചെയ്യണേ. എന്താണ് വരിക, സ്വാഭാവികമായിട്ടും HF ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. നമ്മൾ പറയുമ്പം HFന്റെ അകത്ത് 2 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടെന്നും H2Oയ്ക്കകത്ത് അതിന്റെ ഇരട്ടി 2 × 2 4 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടെന്നുമാണ് തിയറി പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം പറയുന്നത്, വാട്ട് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് എനർജി ലെവൽസ് ഇൻ d ഓർബിറ്റൽ ഇൻ ദ സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സ്. ഇത് വന്നിരിക്കുന്നത് മൊഡ്യൂൾ 6-ലെ സ്പ്ലിറ്റിംഗ് ഓഫ് d ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യുമ്പോൾ കാണുമ്പോൾ നമ്മളൊന്ന് പേടിച്ചു പോകും, ഇങ്ങനെയൊക്കെ പഠിക്കാനുണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നും. നമുക്കൊന്ന് നോക്കാം, അതിൻ്റെ ഒരു തിയറി ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് കണ്ടോ, ഇതാണ് എന്ത്, ഒക്ടാഹെഡ്രലിന്റെ d ഓർബിറ്റൽ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ 2 ഈക്വൽ എനർജി ലെവൽ ആയിട്ടാണ് സ്പ്ലിറ്റ് ആകുന്നത്. ഇനി അതേസമയം അപ്പൊ ആ ഈക്വൽ എനർജി ലെവൽ ആരൊക്കെയാ, dx² y² dz² ഒരേ എനർജിയാണ്. അതേസമയം ഇവിടുത്തെ dxy dxz dyz ഒരേ എനർജിയാണ്. അപ്പം ഈ 3 ഓർബിറ്റൽസിനെക്കാട്ടിലും എനർജി കൂടുതൽ ആർക്കാണ്, ഈ 2 ഓർബിറ്റൽസിനാണ്. ഇനി നമുക്ക് സ്ക്വയർ പ്ലെയിനാറിലേക്ക് വരാം. സ്ക്വയർ പ്ലെയിനാർ വരുമ്പോൾ 4 മൊത്തം 5 ഓർബിറ്റൽസ് ഉണ്ട്. അത് 4 ആയിട്ടാണ് സ്പ്ലിറ്റ് ആകുന്നത്. 4 ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡിൽ അത് സ്പ്ലിറ്റ് ആകും. അതിനകത്ത് 4ാമത്തതും 5ാമത്തതും ഈക്വൽ ആണ്. 4ാമത്തതും 5ാമത്തതും dxz dyz ഈക്വൽ ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, ഏറ്റവും കൂടുതലുള്ളത് dx² y² ആണ്. അതിനുശേഷമുള്ളത് dxy ആണ്. dz² അതിനെക്കാട്ടിലും ചെറുത്. ഏറ്റവും അവസാനം ഒരേപോലെ വരുന്നത്. ഇതാണ് അവിടുത്തെ ആ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതറിയാമെങ്കിലേ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം ഇനി നമുക്ക് അതിലേക്ക് പോവാം. എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇവിടെ എന്താണ്, ഈക്വൽ ആയിട്ട് 2 എണ്ണം കാണിക്കുന്നുണ്ട്. അപ്പം ഇത് ഓപ്ഷൻ സിയും ഡിയും നമുക്ക് ഒറ്റയടിക്ക് തെറ്റ് എന്ന് പറയാം. ഇനി അതിനുശേഷം എന്താണ്, ഇവിടെ 2ഇടത്തും dx² y² ആണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ഇന്റർചേഞ്ചിങ് ഉണ്ട്. ഇവിടെ ആർക്കാണ് കൂടുതൽ, dz²-നെക്കാട്ടിലും കൂടുതൽ dxyക്കാണ്. അപ്പൊ നമ്മളുടെ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ക്വാണ്ടം നമ്പറിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്.
വിച്ച് ഓഫ് ദി ഫോളോയിങ് വാലിഡ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ ഫോർ ആൻ ഓർബിറ്റൽ. ഒരു ഓർബിറ്റലിന് വാലിഡ് ആയിട്ടുള്ള സെറ്റ് ഏതാന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ എന്നിന്റെ വാല്യൂ അതുപോലെ തന്നെ എല്ലിന്റെ വാല്യൂ ഉണ്ട്. n4 വന്നു കഴിഞ്ഞാൽ ഒരിക്കലും L4 വരത്തില്ല. അപ്പൊ നമ്മുടെ തെറ്റി. എന്നിന്റെ വാല്യൂ 4 വന്നു കഴിഞ്ഞാൽ എല്ലിന്റെ വാല്യൂ 4 വരത്തില്ല. കാരണം എന്താണ്? n-1 വാല്യൂസ് ആണ്. 0 to n-1 ആണ് അവിടെ വരേണ്ടത്. അപ്പം അത് തെറ്റിപ്പോയി. ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് പരിഗണിക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തെ കേസും പരിഗണിക്കണം. ഇനി ലാസ്റ്റത്തെ കേസ് നോക്കിക്കേ. ലാസ്റ്റത്തെ കേസിൽ എന്നിന്റെ വാല്യൂ 2 ആണ്, എല്ലിന്റെ വാല്യൂ അവിടെ കൂടുതലായിട്ട് വരുന്നു. അപ്പം എന്നിനെക്കാട്ടിലും കൂടുതൽ ഒരിക്കലും എല്ലിന് വരില്ല. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കിക്കേ. എന്നിന്റെ വാല്യൂ, അടുത്തത് ഓപ്ഷൻ സി നോക്കുക. എന്നിന്റെ വാല്യൂ 3 വന്നു, എമ്മിന്റെ വാല്യൂ -3 വന്നു. എമ്മിന്റെ വാല്യൂസ് ഏതൊക്കെയാ വരാൻ പറ്റുന്നത്? എമ്മിന്റെ വാല്യൂസ് -L2 + L വരാൻ പറ്റത്തുള്ളൂ. ഇവിടെ വരുമ്പോ എന്താണ്? ഓപ്ഷൻ സിയില് എമ്മിന്റെ വാല്യൂ -n ആണ് വന്നേക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്? അതും തെറ്റാണ്. അങ്ങനെ വരുമ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ആ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ക്വാണ്ടം നമ്പർ റൂൾ പ്രകാരം. നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് ഏത് ടെക്നിക്കാണ്? സെലക്ഷൻ ടെക്നിക്ക് അല്ല നമ്മളിവിടെ ഉപയോഗിച്ചത് എലിമിനേഷൻ ടെക്നിക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എലിമിനേഷൻ ടെക്നിക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കാരണം അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓപ്ഷൻസ് നമുക്ക് പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യവും എന്താണ്? പോസിബിൾ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ ആണ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നമുക്ക് നോക്കേണ്ട കേസ് എന്ന് പറയുന്നത്, ഇവിടെ എന്നിന്റെ വാല്യൂ 4 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം എന്താണ്? എല്ലാം തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. എല്ല് നോക്കുവാണെങ്കിൽ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്, ഇവിടെയും സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ, വിത്തിൻ 5 പിന്നെ നമുക്ക് എമ്മിന്റെ കേസിലാണ് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നത്. എമ്മിന്റെ കേസിലും എന്താണ്? എമ്മിന്റെ കേസിലും വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. അങ്ങനെയാണെങ്കിലും നമുക്ക് മോസ്റ്റ് പോസിബിൾ സെറ്റ് വരുമ്പം നമുക്ക് എടുത്ത് ഓപ്ഷൻ എ എന്താണ്? ഓപ്ഷൻ എയിലേക്കാണ് പോകാൻ പറ്റുന്നത്. മോസ്റ്റ് പോസിബിൾ L-1 വരുന്നത്, L = n-1 വെച്ചിട്ട് നമുക്ക് മോസ്റ്റ് പോസിബിളിലേക്ക് പോകാൻ പറ്റുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ഒരു ചോദ്യവും കോർഡിനേഷൻ കോംപ്ലക്സിൽ നിന്നാണ്. കോർഡിനേഷൻ കോംപ്ലക്സിലെ EAN റൂൾ എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട്. EAN റൂൾ അല്ലെങ്കിൽ 18 ഇലക്ട്രോൺ റൂൾ എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇവിടെ നമുക്കറിയാം കോപ്പറിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 29 ആണ്. ഇനി ഇവിടെ എന്താണ്? ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. അപ്പം എന്താണ്? കോപ്പർ Cu+ ആണ്. Cu+ അയൺ ആണ് ആ കോംപ്ലക്സിൽ നിൽക്കുന്നത്. Cu+ അയണിൻ്റെത് 28 ഇലക്ട്രോൺ ആണ്. ഓക്കെ, 28 ഇലക്ട്രോൺ ആണ് Cu+നുള്ളത്. ഇനി ഈ CO എന്ന് പറയുന്നത് ഒരു ലിഗാൻഡ് ആണ്, മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പെയർ ഇലക്ട്രോണിനെ ഈ സെൻട്രൽ ആറ്റത്തിന് കൈമാറുന്നതിനാണ് നമ്മൾ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡോണർ ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണം. ഇവിടെ CO എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതെന്താണ്? ഈ നമ്പർ 36 ആണ്, 36ലേക്ക് എത്തണം. അതാണ് സ്റ്റെബിലിറ്റി. 18 ഇലക്ട്രോൺ റൂൾ എന്ന് പറയുന്നത്. 18 ഇലക്ട്രോൺ റൂള് നമ്മുടെ കോപ്പറിന് എന്താണ്? കോപ്പറിന്റെ വാല്യൂ 29 ആയതുകൊണ്ട് തൊട്ടടുത്ത് വരുന്ന ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന എലമെന്റിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ ഇവിടെ നമുക്കിത് 36 ആകണമെങ്കിൽ നമുക്കിവിടെ 8 കൂടി വേണം. ഇവിടെ നമുക്ക് 8 ഇലക്ട്രോൺ കൂടി വേണം. ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഈ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഈ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആയതുകൊണ്ട് ഒരൊറ്റ പെയർ ഇലക്ട്രോൺ 2 ഇലക്ട്രോണിനെയാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക്
എന്താണ് 8/2. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. 8/2 4 പെയർ ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കോപ്പർ ഇവിടെ 36 ആകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഫിംഗർ പ്രിന്റ് സെർച്ചറിന്റെ എക്സാം ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. December 18 ആണ്. അപ്പോൾ ഇതുപോലുള്ള ടോപ്പിക്സുകൾ, ഇനിയും ഇതുപോലുള്ള കണ്ടന്റ് വീഡിയോകൾ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആർക്കെങ്കിലും ഞങ്ങളോടൊപ്പം കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഡെയിലി 2 മണിക്കൂർ വെച്ചിട്ട് ആണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മോർണിംഗ് 10 to 12 ഓർ 2 to 4, പിന്നെ അതോടൊപ്പം തന്നെ 7 to 9 PM, അതായത് 3 ആഴ്ചയിൽ എങ്ങനെ പോയാലും 12 മണിക്കൂർ ക്ലാസ്സുകൾ വരുന്നുണ്ട്. അത് ഡിഫറെൻറ്റ് ടൈമിലായിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എന്താണ്, ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം മറ്റ് എക്സാം എഴുതുന്നവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുമെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള കണ്ടന്റ് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.